കൊല്ലം ആര്യങ്കാവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് ലോറിയുമായി കൂട്ടിയിടിച്ച അപകടം ബസ് ആറ്റിലേക്ക് മറിഞ്ഞു. നിരവധി പേർക്ക് പരിക്ക്. ശബരിമല ദർശനം കഴിഞ്ഞ് തമിഴ്നാട് ക്ഷേത്രത്തിലേക്ക് പോയ ബസ്സും കേരളത്തിലേക്ക് വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഈ അപകടത്തിൽ ഇപ്പോൾ ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രാജ്കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാജ്കുമാർ, നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇവരുടെ ആരോഗ്യനില പ്രകാരമാണ്, ഒപ്പം ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് ഈ സംഭവം നടന്നത്. ആര്യങ്കാവ് ബസ് സ്റ്റാൻഡിലും ക്ഷേത്രത്തിലും മധ്യഭാഗത്ത് വെച്ച് പൊടുന്നനെ ഈ വാഹനം, പക്ഷെ അതേസമയം ഇപ്പൊ ലോറി കിടക്കുന്നതിന്റെ ഒരു രീതി വെച്ചിട്ടാണെങ്കിൽ ലോറി റോങ് സൈഡിലേക്കാണ് കിടക്കുന്നത്. ശബരിമലയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയ അയ്യപ്പന്മാർ സഞ്ചരിച്ച മിനി ബസ് അത് ഇടത് ഭാഗത്തു കൂടിയാണ് സ്വാഭാവികമായി പോകേണ്ടത്. പക്ഷെ താഴ്വശമുള്ളത് വലത് ഭാഗത്താണ്. ഇത് എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ലോറി കിടക്കുന്നത് ഇടത് സൈഡിലുമാണ്. ഒരുപക്ഷെ ഇനി ലോറി ഈ നിയന്ത്രണം വിട്ട് ഇടത്തോട്ട് തിരിഞ്ഞപ്പോൾ വെട്ടിത്തിരിച്ചത് കൊണ്ടാണോ ഈ കൊക്കയിലേക്ക് ബസ് മറിഞ്ഞു എന്നുള്ളതിലും ഇവർ ശരിയായ നിലയിൽ പുലർച്ചെ 4 മണിയായതുകൊണ്ട് ദൃക്സാക്ഷികളില്ല. അതേസമയം ഈ ബസ്സിലുള്ളവർക്ക് ഏതാണ്ട് 25ഓളം പേർ ബസ്സിലുണ്ടായിരുന്നതായി പറയുന്നു. ലോറിയിലുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. ഈ സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയായ ഒരു ധനവാരൻ, അദ്ദേഹത്തിന്റെ ഒരു സ്വാമിയുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൊല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ മറ്റുള്ളവരുണ്ട്. ഇതില് 3 പേരുടെ നില ഗുരുതരം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ഈ ബസ് ആറ്റിലേക്ക് മറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ബസ് ഉയർത്തിയോ? ഒപ്പം അവിടെയുള്ള രക്ഷാപ്രവർത്തന നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? ഇല്ല, മുഴുവനും അയ്യപ്പന്മാരെ മുകളിലേക്ക് കയറ്റി. ഇനി ആ രക്ഷാപ്രവർത്തനത്തിന് ഒന്നും തന്നെ ഇല്ല. എല്ലാം മുഴുവനും പോലീസും നാട്ടുകാരും എല്ലാം ചേർന്ന് കൊടുന്നനെ ചെറിയൊരു ചാറ്റൽ മഴ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരെയും തന്നെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ് കൊണ്ടുപോയ 3-4 പേരിൽ ഒരാളാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. മറ്റുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ പരിക്കുകളും സാരമായ പരിക്കുള്ളവരുമുണ്ട്. ഈ അപകട കാരണത്തെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? ഇത് വ്യക്തമായി ആരും തന്നെ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കേരളത്തിലേക്ക് വരികയായിരുന്ന മെറ്റൽ കയറ്റി വരികയായിരുന്ന കൂറ്റൻ ലോറി ഉറപ്പായും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇടത് സ്വഭാവത്തായിരിക്കും ബസ് സഞ്ചരിക്കുക. പക്ഷേ ഇതിപ്പോൾ ഇടത് ഭാഗത്ത് ലോറി ക്രോസായി കിടപ്പുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ചിലപ്പോൾ നിയന്ത്രണം വിട്ടതുകൊണ്ട് ഈ ഇടിയുടെ അപകടം സംഭവിക്കാതിരിക്കാൻ ബസ് ചിലപ്പോൾ വെട്ടിത്തിരിച്ചപ്പോൾ ഈ താഴ്ചയിലേക്ക് കൊക്കയിലേക്ക് മറിഞ്ഞിരിക്കാനാണ് സാധ്യത. നിലവിലുള്ള ഒരു അനുമാനം ഇങ്ങനെയാണ്. പോലീസും അങ്ങനെ തന്നെയാണ് നൽകുന്ന സൂചന. എന്നാൽ ഇത് മറ്റുള്ള അയ്യപ്പന്മാരെല്ലാം പരിക്ക് പറ്റിയിരിക്കുന്ന സമയമായതുകൊണ്ട് മറ്റുള്ളവരോടൊന്നും ചോദിക്കാനോ കാര്യങ്ങൾ എന്താ സംഭവിച്ചത്, എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയം കൂടിയായിരുന്നു. ക്ഷീണമുണ്ടായിരുന്നു, എല്ലാവരും ഉറക്കത്തിലായിരുന്നു. എങ്ങനെയാണ് ഈ അപകടം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ തരാൻ ആരും തയ്യാറാകുന്നുമില്ല. ഈ ബസ്സിൽ എത്ര പേരുണ്ടെന്നായിരുന്നു ഒരു അനുമാനം? കാരണം രാജ്കുമാർ ഇപ്പൊ പറഞ്ഞു 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു, അതിലൊരാളാണ് ഇപ്പോൾ മരണപ്പെട്ടത്. ഇപ്പോൾ മറ്റുള്ളവരുടെ ആരോഗ്യനില എപ്രകാരമാണ്? ഒപ്പം ബസ്സിൽ എത്ര പേരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്? 25ഓളം പേർ ഈ മിനി ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് ഒരു പ്രാഥമികമായ വിവരം. ഇതിന്റെ മുഴുവനും കണക്കുകൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. ഈ പരിക്കേറ്റവരെ മുഴുവനും ഈ പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് എത്തിച്ചിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ ഒരാളുടെ കൊണ്ടുവരുമ്പോൾ തന്നെ ഒരാളുടെ മരണം സ്ഥിരീകരിച്ചു എന്ന് പോലീസ് തന്നെ ആശുപത്രിയിൽ അറിയിച്ചിരുന്നു. ജീവൻ നഷ്ടപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. പിന്നീട് അത് ആശുപത്രിയിലെ അധികൃതർ അത് പരിശോധിച്ചപ്പോൾ ഒരാളുടെ ധനവാനന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് അവരും അറിയിച്ചിട്ടുണ്ട്. ലോറിയിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ? ലോറിയിലുള്ളവർക്കൊന്നും യാതൊരു തരത്തിലുള്ള പരിക്കുകളില്ല. ലോറിക്ക് ചെറിയ ലോറിയുടെ ഇടത് ഭാഗത്ത് മാത്രമേ അതിനെന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചിട്ടുള്ളൂ. ഈ വലിയ തോതിൽ അപകടം സംഭവിച്ചത് ഈ അയ്യപ്പന്മാർ സഞ്ചരിച്ച ബസ്സാണ്. ആ ബസ്സാണ് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഈ നിലയിൽ ഇപ്പോൾ ഒരാളുടെ മരണത്തിനും 3-4 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നതിനും മറ്റുള്ളവർക്ക് സാരമായിട്ടുള്ള പരിക്കേൽക്കാനുള്ള ഇടയാക്കിയത്. രാജ്കുമാർ, ഈ ഒരു അപകടം നടന്ന സ്ഥലം മുൻപ് അപകടങ്ങൾ നടന്നിട്ടുള്ള ഒരു പശ്ചാത്തലമുള്ള ഒരു സ്ഥലമായിരുന്നോ? മുൻപും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഈ ഒരു സ്ഥലത്ത് നടന്നിട്ടുണ്ടായിരുന്നോ? ഈ അതായത് ഈ പൊന്നൂർ ചെങ്കോട്ട ഈ ദേശീയപാതയിൽ ആര്യങ്കാവ് ഭാഗത്ത് ഇതിനു മുമ്പ് പലവട്ടം അപകടങ്ങൾ നടന്നിട്ടുള്ള ഒരു മേഖലയാണ്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 10-15 കിലോമീറ്റർ വരുന്ന ആ ഒരു ഭാഗം കൂടുതലും ശക്തമായ വളവുകളും കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ള ഹെയർപിന്നുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതായത് കേരളത്തിന്റെ 2 ചുരങ്ങൾ, ഒന്ന് ആര്യങ്കാവ് ചുരവും മറ്റൊന്ന് കയറി ഇറങ്ങുന്നത് താമരശ്ശേരി ചുരവും.
ഈ രണ്ട് ചുരങ്ങളാണ് കേരളത്തിൽ പ്രധാനപ്പെട്ട ചുരങ്ങൾ. അതിൽപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് ഈ ആലിഗ്രാമിലുള്ള ഈ ഒരു കയറ്റമൊക്കെ തമിഴ്നാട്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള ഈ സ്ഥലങ്ങൾ. ഇവിടെ എപ്പോഴും അപകടങ്ങൾ പതിവ് തന്നെയാണ്. ഇതാദ്യ സംഭവമല്ല. മുമ്പ് പലരും അതുപോലെ മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലർക്ക് പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ചിലർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട സംഭവങ്ങളുമുണ്ട്. എന്തായാലും ചരക്ക് ലോറികളും ഒക്കെ സാധാരണഗതിയിൽ ഇവിടെ മറിയുന്നത് ഒരു പതിവ് സംഭവം തന്നെയാണ്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.